വിഷാദം എന്ന് പറയുന്ന ഒരു വലിയ വിഷയമാണ്. ഡിപ്രഷൻ മനസ്സിന്റെ പ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തിക്കളയുന്ന സമയങ്ങളുണ്ട്. നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും നമ്മുടെ പ്രാണനെയൊക്കെ ദുർബലപ്പെടുത്തുന്ന ഒരു സമയം. നമ്മുടെ മനസ്സ് ബലം കുറയുമ്പം നമ്മുടെ പ്രാണന്റെ ശേഷി കുറയുന്ന പോലെ നമുക്ക് തോന്നും. ഈ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയുന്നതിന് രോഗങ്ങൾ എന്ന് പറയും. അപ്പൊ അത് ചികിത്സിക്കാനായിട്ട് നമുക്ക് മെഡിസിൻസ് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ ഈ മനസ്സിന്റെ പ്രതിരോധം കുറയുന്ന സമയം, അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ്, സമ്മർദ്ദങ്ങൾ വരുമ്പോഴാണ് ആ പ്രതിരോധം കുറയുന്നത്. പ്രതിരോധം കുറയുമ്പം സ്വയമായി പുറകോട്ട് വലിയേണ്ടി വരുന്നു, വിഷാദങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിനൊരു ആശയപരമായ മരുന്ന് കൊണ്ടൊന്നും അത് പരിഹരിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ ഇന്നൊരു സദ്വർത്തമാനം ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നത്, ദൈവത്തിന്റെ വചനത്തിന് നിങ്ങളുടെ മനസ്സിന്റെ ദുർബലത മാറ്റി ബലപ്പെടുത്താൻ പറ്റും. നിങ്ങളുടെ മനസ്സിനെ പ്രതിരോധ ശേഷിയുള്ളതാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ വചനത്തിന് ശക്തി ഉണ്ടെന്ന് 119 സങ്കീർത്തനം 28 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. എന്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു. മൈ സോൾ മെൽറ്റത്ത് ഫോർ ഹെവിനെസ്. വിഷാദം കൊണ്ട് ഉരുകുന്നു, നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തേണമേ. കണ്ടോ? അപ്പൊ ഉരുകിപ്പോകുന്ന മനസ്സിനെ, വിഷാദം ഉള്ള മനസ്സിനെ ദൈവത്തിന്റെ വചനപ്രകാരം നിവർത്തും. വചനം കൊണ്ട് ദൈവം നിവർത്തും. ഹല്ലേലൂയ. സ്ട്രെങ്തനിങ് അക്കോർഡിംഗ് അൺടു ദൈ വേർഡ്. ദൈവത്തിന്റെ വചനം കൊണ്ട് സ്ട്രെങ്തൻ ചെയ്യും. ഇന്ന് കർത്താവ് ഈ ദൂത് നിങ്ങളോട് കൈമാറുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന സമ്മർദ്ദങ്ങൾ, ടെൻഷനുകൾ, മാനസികമായി നിങ്ങൾ നേരിടുന്ന ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് മുറിവുകൾ, അസ്വസ്ഥതകൾ, അവിടെ ദൈവം നിങ്ങൾക്കൊരു ഹീലിംഗ് തരാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവത്തിന്റെ വചനം ഹൃദയങ്ങളെ സന്ധിമജ്ജകളെയൊക്കെ വേർതിരിക്കുന്നതാണ്, ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ ഭാവങ്ങളെയും ഡിസൈൻ ചെയ്തിട്ട് അതിന് കൊടുക്കേണ്ട ഹീലിംഗ് കൊടുക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. വചനത്തിന് ശക്തിയുണ്ട്. ഈ വചനത്തിന് ശക്തി ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ വചനം ആരാ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം, 1-ാം അധ്യായം 2-ാം വാക്യം, 1-ാം അധ്യായം 12-ാം വാക്യം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 12-ാം വാക്യം, 2-ാം വാക്യം, അവൻ ആദ്യം ദൈവത്തോടു കൂടെയായിരുന്നു. 12-ാം വാക്യം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാ. അപ്പൊ യേശുവാണ് വചനം. യേശുവിനെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തുനിന്ന് ദുർബലപ്പെട്ട മനസ്സിനെ ബലപ്പെടുത്തും. കർത്താവ് പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ ആശ്വസിപ്പിക്കാം. അപ്പോൾ ആ അധ്വാനവും ഭാരം ചുമക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സിമന്റ് ചാക്ക് ചുമക്കുന്ന പോലെയോ അരിച്ചാക്ക് ചുമക്കുന്ന പോലെയോ മിറ്റിൽ ചുമക്കുന്ന പോലെയുള്ള വെയിറ്റ് ചുമക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. അതുപോലെ നിങ്ങളുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നതാണ്, മനസ്സിന്റെ ഭാരമാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒരമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കും. അപ്പൊ ഈ ആശ്വാസം മനസ്സിന് തരുന്ന ആശ്വാസമാണ്, ശരീരത്തിന് തരുന്ന ആശ്വാസം. അത് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസമാണ്, യേശു തരുന്ന ആശ്വാസമാണ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് നമ്മുടെ മനസ്സിനകത്തേക്ക് കയറുമ്പോൾ, കർത്താവ് നമ്മിലേക്ക് എങ്ങനെയാ പ്രവേശിക്കുന്നത് അറിയാമോ? തൻ്റെ ആത്മാവിനാലാണ് അവൻ നമ്മളിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മുടെ അകത്തുണ്ടാകുന്ന എല്ലാ ഭാരങ്ങളും കർത്താവ് കൈകാര്യം ചെയ്യും. കർത്താവിന്റെ വചനം നമ്മളെ ഹൃദയത്തിലേക്ക് കയറുമ്പോൾ നമ്മുടെ സ്വഭാവം, ആ സ്വഭാവങ്ങൾ ദൈവം മാറ്റം വരുത്തും. ഇപ്പം പകയോ വിദ്വേഷമോ കോപമോ ആകുലങ്ങളോ സംശയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കർത്താവിന്റെ വചനം കൈകാര്യം ചെയ്യും. അതൊക്കെ ദൈവം മാറ്റിത്തരും. നമ്മുടെ അകത്തേക്ക് യേശു വരുമ്പോൾ, നമ്മൾ സ്വീകരിക്കുമ്പോൾ വചനം അതൊക്കെ കൈകാര്യം ചെയ്യും. അപ്പം വിഷാദത്തെയും കർത്താവ് കൈകാര്യം ചെയ്യും. യെശയ്യാവിന്റെ പ്രവചനം 61-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ സ്പിരിറ്റ് ഓഫ് ഹെവിനെസ്, വിഷണ്ണ മനസ്സിനെ മാറ്റിയിട്ട് ഗാർമെന്റ് ഓഫ് പ്രൈസ്, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട തരും. പിന്നെ വായി സ്തുതിയാ, ദൈവത്തെ നന്ദി പറയാ, എല്ലായിടത്തും സന്തോഷം. പാട്ട് പാടുന്ന ആരാ? സന്തോഷമുള്ളവരല്ലേ?
അല്ലെങ്കിലോ ഡിപ്രസ്ഡ് ആണ്, ഒന്നും മിണ്ടത്തില്ല, ആരോടൊന്നും പറയത്തില്ല, നിരാശപ്പെട്ട് എല്ലാവരോടും വിഷമമായിട്ടിരിക്കും. അങ്ങനെ എല്ലാം കുറ്റമായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ സ്തുതിക്കുന്ന ആരാ? അകത്ത് സന്തോഷമുള്ളവരാ. അപ്പൊ ദൈവം ഇത് മാറ്റി തരുമെന്ന് പറഞ്ഞു. യെശയ്യാവ് 60 എഴുതിയിരിക്കുന്നത്, ഇങ്ങനെയുള്ള ജനത്തോട് അവർക്ക് വിടുതൽ കൊടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ട്. യേശുവിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 17-18 വാക്യത്തിൽ എഴുതിയിരിക്കുക. അത് യേശുവിനെ കുറിച്ച് പറഞ്ഞെന്ന് യേശു പറഞ്ഞിട്ട് പറയാണ്, ഞാനിപ്പോൾ ഈ വചനം പറഞ്ഞപ്പോൾ ഈ വചനത്തിന് നിവൃത്തി വന്നു. ഇപ്പൊ യേശുവിനെ കുറിച്ചാണ് വചനം പറഞ്ഞത്. ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടാൻ, ബന്ധിതന്മാരെ സ്വന്തമായി വിട്ടയക്കുവാൻ, തടവിൽ കിടക്കുന്നവരെ വിടുവിച്ചെടുക്കുവാൻ, എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ, കർത്താവിന്റെ പ്രസാദവശം പ്രസംഗിക്കുവാൻ. അപ്പൊ ഇതെല്ലാം ഉൾപ്പെടെ യെശയ്യാവ് പ്രവചിച്ച കാര്യമെല്ലാം യേശു നിവർത്തിക്കുക. അപ്പൊ യേശു നമ്മിലേക്ക് വരുമ്പോൾ ഈ കാര്യമെല്ലാം നമ്മളിൽ നടക്കും. ഹല്ലേലൂയ. നോക്കിയേ, കർത്താവിന് മാറ്റം വരുത്താൻ കഴിയാത്ത ഒരു മാനസിക സ്ഥിതിയിൽ നിന്ന് വലിയ ക്രൂരനായ, എവിടെ ക്രിസ്ത്യാനികളെ കണ്ടാലും കൊല്ലണമെന്ന് പറഞ്ഞ് നടന്ന മനുഷ്യനാണ് ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ. ശൗൽ അപ്പോസ്തലപ്രവൃത്തി നമ്മൾ കാണുന്ന 9-ാം അധ്യായത്തിൽ കാണുന്ന ശൗൽ സഭയെ പീഡിപ്പിച്ച് മുടിക്കാൻ നിൽക്കുന്നവനാണ്. എന്നാൽ യേശു അവനെ സ്പർശിച്ചപ്പോൾ, യേശു അവനെ തൊട്ടപ്പോൾ അവന്റെ ക്രൂര സ്വഭാവം മാറി, കൽപ്പ് സ്വഭാവം മാറി, കൊലപാതക സ്വഭാവം മാറി, അക്രമ സ്വഭാവം മാറി. ആ സ്വഭാവം മുഴുവൻ മാറിയിട്ട് ഒരു കുഞ്ഞാടിനെ പോലെ അവനായി. അതുകൊണ്ടാണ് അവനെ എത്രയോ സ്ഥലങ്ങളിൽ വെച്ച് ഉപദ്രവിച്ചു, ഒന്നും തിരിച്ചു പ്രതികരിച്ചില്ല, വാക്കുകൊണ്ട് പോലും. ഇതെങ്ങനെ ഇത് മാറിയത്? ഇത്ര ക്രൂരനായ ഒരു മനുഷ്യൻ, എല്ലാ ബഹളത്തിനും കലഹത്തിനും കലഹിച്ച് നടന്ന മനുഷ്യൻ. അപ്പൊ കർത്താവ് നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ മാനസിക സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തുന്നേ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇത് ഒരു തെളിവാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തൻ്റെ വചനം അയച്ച് നമ്മുടെ ഹെവിനെസ്സിനെ ദൈവം മാറ്റും, നമുക്ക് സ്വസ്ഥത തരും. ദാവീദ് പറയുന്നുണ്ടല്ലോ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവനെ നടത്തുന്നു. ഹി ലീഡ്സ് മീ ടു ദി സ്റ്റിൽ വാട്ടേഴ്സ്. ഇളക്കമില്ലാത്ത കലക്കമില്ലാത്ത മനസ്സ് ദൈവം തരും. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തരാൻ ആഗ്രഹിക്കുകയാണ്. 30-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എൻ്റെ വിലാപത്തെ നീ എനിക്ക് നൃത്തമാക്കി മാറ്റി, എൻ്റെ രട്ട് അഴിച്ചെന്നെ സന്തോഷം മുടിപ്പിച്ചു. ദുഃഖത്തിന്റെ വസ്ത്രം മാറ്റിയിട്ട് ആനന്ദ വസ്ത്രം ദൈവം എനിക്ക് തരും. അതേ സഹോദരങ്ങളെ, നമ്മുടെ വിഷാദങ്ങളെ ദൈവം മാറ്റും. ഈ 42-ാം സങ്കീർത്തനത്തിൽ കോരപുത്രന്മാർ പറയുന്നുണ്ട്, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉളിഞ്ഞരങ്ങുന്നത് എന്ത്? 11-ാം വാക്യം. ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ നിന്റെ മുഖപ്രകാശ രക്ഷയാണ്, അവൻ നിന്റെ ദൈവമാണ്. നിങ്ങളുടെ മുഖം പ്രകാശിപ്പിക്കും, വിഷാദത്തെ മാറ്റും. നിങ്ങളുടെ ആത്മാവിന്റെ അകത്ത് കിടക്കുന്ന വിഷാദത്തെല്ലാം കർത്താവ് എടുത്തു കളയും. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, ദൈവം ആ വിഷാദ മനസ്സിനെ മാറ്റി സന്തോഷത്തിന്റെ സ്തുതിയുടെ മനസ്സിനെ ദൈവം തരാൻ പോവുക. ആമേൻ. വിശ്വാസമുണ്ടോ? ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം. ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വിഷയമായിരിക്കാം, ഇല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയമാണെങ്കിൽ, മറ്റുള്ളവരുടെ വിഷയമാണെങ്കിൽ, നിങ്ങൾ അവരുടെ പേര് പറഞ്ഞ് എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അവരുടെ മൈൻഡിനെ തൊടാൻ പോവുക. ഹല്ലേലൂയ. പ്രിയ കർത്താവേ, ഞങ്ങൾ ഈ വചനം വിശ്വസിക്കുന്നു. നിന്റെ വചനം അയച്ചിട്ട് ഞങ്ങളുടെ വിഷാദ മനസ്സിനെ, കർത്താവ് വിഷാദം കൊണ്ട് ഉരുകുന്ന മനസ്സിനെ നിവർത്തുന്നതിനായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ വചനം കടന്നു എന്നാൽ കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിന് രൂപാന്തരം വരും, ഭാവങ്ങളെ വിവേചിക്കും, മനസ്സിനെ വിവേചിക്കും. കർത്താവ് യേശുവാണ് വചനം. ഈ വചനം ചെന്ന് കർത്താവെ, ഇപ്പോൾ ഈ വേദനയിലായിരിക്കുന്ന, മാനസികമായി മുറിവേറ്റിരിക്കുന്ന, ഡിപ്രസ്ഡ് ആയിരിക്കുന്ന കർത്താവെ, ആകുലത്തിലും ഉത്കണ്ഠയിലും കഴിഞ്ഞു പോകുന്ന, ഭയത്തിൽ അടിമകളാക്കപ്പെട്ടിരിക്കുന്ന ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ യേശുവിന്റെ വചനം ചെല്ലട്ടെ, ദൈവത്തിന്റെ ശക്തി ചെല്ലട്ടെ. അവിടെ മനസ്സിലാക്കുന്ന ആ ഭയശക്തിയുടെയും ഭയത്തിന്റെ ഈവിൾ സ്പിരിറ്റ്, ഡിപ്രഷന്റെ സ്പിരിറ്റ്, യേശുവിന്റെ നാമത്തിൽ എല്ലാ ദുരാത്മാ കൂടുകളും അഴിഞ്ഞു മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവിടെ ദൈവത്തിന്റെ വചനം, യേശുവിന്റെ സാന്നിധ്യം, ശക്തി കടന്നു വന്ന് അവർക്ക് ഫ്രീഡം കൊടുക്കട്ടെ, സ്വസ്ഥത കൊടുക്കട്ടെ. കർത്താവേ, സ്പിരിറ്റ് ഓഫ് പീസ് അവിടെ ചെല്ലട്ടെ, സ്പിരിറ്റ് ഓഫ് ജോയ് അവിടെ ചെല്ലട്ടെ, സന്തോഷത്തിന്റെ കർത്താവ് സമാധാനത്തിന്റെ ആത്മാവ് അവിടെ ചെല്ലട്ടെ, ഉല്ലാസത്തിന്റെ ആനന്ദത്തിന്റെ ആത്മാവിനെ അവിടെ റിലീസാകട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, അവിടെ ദൈവത്തിന്റെ ശക്തി അവിടെ കടന്നു വന്നതിനായി നന്ദി. രൂപാന്തരം വരുത്താൻ തുടങ്ങിയിരിക്കാൻ നന്ദി. ഹൃദയങ്ങളിൽ വലിയ ആശ്വാസം നൽകിയിരിക്കാൻ നന്ദി. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വലിയ കാര്യങ്ങളെ കർത്താവ് നിങ്ങളുടെ പേരും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ പേരും ദൈവം ചെയ്യട്ടെ. കുറെ പേർക്ക് ഈ സന്ദേശം ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ലവ്ലി ഡേ.